തങ്കം തങ്കം എൻ്റെ അമ്മേ. എടാ 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 അതാ സാവിത്രിയാ. പൈസ കൊടുക്കണം. ക്ലീറ്റോ കൊണ്ടുപോയി പൈസ. അത് പറഞ്ഞ് അവര് ബഹളം ഉണ്ടാക്കും. ഇന്ന് വരുമ്പോ പൈസ കൊടുക്കണമെന്നാ പറഞ്ഞു. എന്റെ പൈസ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാവാതിരിക്കോ ആരോടെയും? നീ ഒരു കാര്യം ചെയ്യോ? നീ അങ്ങോട്ട് ചെന്നിട്ട് തങ്കച്ചേട്ടത്തി ഇവിടെ ഇല്ല എന്ന് പറ. ഇല്ലെന്ന് പറയാ കള്ളത്തരം പറഞ്ഞത് ശരിയല്ലല്ലോ. എന്തോ ആടാ, ഞാൻ നിന്നെ എന്തോരം അവസരങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. ക്ലീറ്റോന്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പോയപ്പോ പറഞ്ഞു ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വരുമെന്ന്. അതാ എനിക്ക് ഞാൻ ഇവിടെ ഇല്ല, ക്ലീറ്റോയും ഞാനും കൂടി പുറത്തു പോയേക്കാണ്, നാളെ വരുള്ളൂ എന്ന് പറഞ്ഞാൽ. തങ്കം സാവിത്രി ചേച്ചി എന്ത് ചേച്ചി? തങ്ക ഇല്ലേ ഇവിടെ? എന്ത് പറ്റി? അവളെടുത്ത് പൈസ കൊടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതാ കൃത്യമായിട്ട് പൈസ തരണമെന്നുള്ളത്. കഴിഞ്ഞ ആഴ്ചയും മുടക്കം വരുത്തി, ഈ ആഴ്ചയും തന്നില്ല. ഇന്നലെ തരാമെന്ന് അവള് പറഞ്ഞു. അവളെവിടെ? അകത്തൊണ്ടാള്, പക്ഷെ എന്നോട് പറഞ്ഞത് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയാനാ പറഞ്ഞത്. പക്ഷെ ഞാനൊരു സത്യസന്ധനാണ്ട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റത്തില്ല. തങ്കച്ചേട്ടത്തി, സാവിത്രി ചേച്ചി വന്നിരിക്കുന്നു. അയ്യോ ചേച്ചി, ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. ഇന്നലെ എവിടെ പോയിരുന്നു? ഇന്നലെ കാശ് കൊണ്ടുവരാന്നല്ലേ എന്നോട് പറഞ്ഞു. ഇന്നലെ പെട്ടെന്ന് ഇവന് ഒരു നെഞ്ചുവേദന പോലെ വന്നു. അപ്പൊ നമ്മുടെ കൂടപ്പിറപ്പല്ലേ, നമ്മളങ്ങനെ നെഞ്ചുവേദന ഉള്ളപ്പോഴത്തേന് ഇട്ടിട്ട് പോരാൻ പറ്റി. ഇന്ന് ഇപ്പോഴാ അവനൊന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത്. ശരി, പോയി കാശ് എടുത്തോണ്ടോ? കാശ് മാറിയല്ലോ. ഒന്നുകിൽ മൊത്തം കാശ് ഇപ്പൊ തരണം, ഇല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ കാശ് തരണം. എന്താന്ന് വെച്ചാ ചെയ്യും. നാളെ പോരെ? ഇല്ല ഇല്ല ഇല്ല. ചേച്ചിനോട് ഞാനൊരു കാര്യം പറയട്ടെ? ക്ലീറ്റോന്റെ പാർട്ടിയില് ഒരു നടരാജൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിയുടെ ഭാര്യ മുത്തുലക്ഷ്മിക്ക് പെട്ടെന്ന് വയ്യാതായിട്ട് അവരാശുപത്രി കൊണ്ടുപോകാൻ പോലും പൈസ ഇല്ലാതിരിക്കുമായിരുന്നു. ക്ലീറ്റോ വന്ന് ചോദിച്ചപ്പോ, ചേച്ചി ഞാനും ഒക്കെ മനസ്സാക്ഷിയുള്ളവരല്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റില്ല ചേച്ചി. അതുകൊണ്ടാ ഇന്ന് എവിടെന്നെങ്കിലും എടുത്ത് തരാന്ന് പറഞ്ഞേ. ചേച്ചിക്ക് മനസ്സിലാവൂല എന്നെ, വിഷമിക്കണ്ട, തരാം കേട്ടോ. നാളെ എന്തായാലും തരാം. നടരാജന്റെ കുത്തിന് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ മേടിച്ചോളാം. മതിയില്ലേ? നാളെ നീ എന്നെ പറ്റിക്കൂലല്ലോ? ഇല്ല. റൊണാൾഡേ, ഞാനിപ്പോ വരാൻ കേട്ടോ. ചേച്ചിക്ക് ധൃതി ഉണ്ടോ? ധൃതി ഉണ്ടെന്ന് എനിക്കറിയാം. ചേച്ചി 100 കൂട്ടം തിരക്കിലുള്ളതല്ലേ. നാളെ ഞാൻ വിളിക്കാം കേട്ടോ.